ആശയങ്ങൾ എന്ന് പറയുമ്പോൾ ഷെയ്ഖുന നൂറുൽ നിസ്സാരം പറയുമ്പോൾ ആശയങ്ങൾ കൊണ്ട് മാത്രം വിപ്ലവം സൃഷ്ടിച്ചൊരു നേതാവാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന കൃതി ഉസ്താദ് എഴുതി 30 വർഷങ്ങൾക്ക് ശേഷം അതിന് ഒരു മറുപടി വരുന്നുണ്ട്. ആ മറുപടി ഒരു വർഷത്തിന് ശേഷം ജമാഅത്ത് ഇസ്ലാമിക്ക് മറുപടിക്ക് ഒരു മറുപടി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കൃതി ഉസ്താദ് രചിക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കഹ്വ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. പുതിയൊരു പോഡ്കാസ്റ്റ് ഇവിടെ ആരംഭിക്കുകയാണ്. ചർച്ചകളാണ് പോഡ്കാസ്റ്റിന്റെ മർമ്മം. പണ്ടൊരാൾ പറഞ്ഞിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ കമന്റ് ബോക്സിലൊക്കെ നമ്മൾ കാണാറുണ്ട്, ഈ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് മുമ്പ് നമ്മള് നാട്ടിലൊക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ കൂടി നടത്തുന്ന ഫിത്തിനയില്ലേ, അതിന്റെ ഒരു അപ്ഡേറ്റഡ് വെർഷൻ ആണ് ഇങ്ങനെ ഒരു കമന്റ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ കാണാറുണ്ട്. എന്തായാലും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് MA ഉസ്താദിനെ പറ്റിയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി സമസ്ത ഇവിടെ നടത്തുന്ന പ്രവർത്തനങ്ങളും ആ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന് ഒക്കെ നമുക്കറിയാം. അത് കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിനെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രവർത്തനത്തിൽ ഒരു ബുദ്ധികേന്ദ്രമായി പ്രവർത്തിച്ചത് ബഹുമാനപ്പെട്ട MA ഉസ്താദായിരുന്നു. MA ഉസ്താദിന്റെ ലോകം അതൊന്ന് വിഭജിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് 3 ലോകങ്ങളായിട്ട് വിഭജിക്കാം. 3 ലോകം മാത്രമല്ല, പല വിഷയങ്ങളിലും ടച്ച് ചെയ്തിട്ട് പോകുന്ന ഒരു ഭാഗമാണ് ഷെയ്ഖുന നൂറുൽ ഉസ്താദ്. അതെ, പക്ഷെ MA ഉസ്താദിന്റെ ലോകം നമുക്ക് 3ലേക്ക് ചുരുക്കാൻ പറ്റും. ഒന്ന് സാഹിത്യ, സംഘടന, രചനകൾ. ഈ 3ഉം പരസ്പരം കണക്റ്റഡ് ആണ്. എല്ലാം രചനകളിൽ നിന്ന് തുടങ്ങി, സംഘടനാ പ്രവർത്തനങ്ങൾ മറ്റൊരു ഭാഗത്ത് നിന്ന് തുടങ്ങി, പിന്നെ അത് സാഹിത്യയിലേക്ക് എത്തി. സാഹിത്യയുടെ പ്രവർത്തനവുമായിട്ടാണ് MA ഉസ്താദ് അവസാനം വരെ ജീവിച്ചിരുന്നത്. ഇപ്പോൾ സംഘടന എടുത്തു നോക്കുമ്പോൾ സംഘടനയിലേക്ക് കാലെടുത്ത് വെക്കാനുള്ള കാരണമുണ്ട്. ഇപ്പോൾ 1950കളിൽ ഉസ്താദ് മെട്ടമ്മൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ജോലിക്ക് പ്രവേശിച്ചത് അവിടെയാണ്. അപ്പോൾ ആ സ്ഥലത്ത് ജോലിക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരനാണ്, ഒരുപാട് ആശയങ്ങളുണ്ട്. ആ ആശയങ്ങളൊന്ന് മനസ്സിൽ നിന്ന് പുറത്ത് എത്തിക്കാന്ന് പറയുന്ന ഒരു വല്ലാത്ത ധൈര്യം വേണം. ആശയങ്ങളെ പുറത്തെത്തിക്കാന്ന് പറയുന്നത്, ആശയങ്ങൾ എന്ന് പറയുമ്പോൾ ഷെയ്ഖുന നൂറുൽ ഉസ്താദിനെ പറയുമ്പോൾ ആശയങ്ങൾ കൊണ്ട് മാത്രം വിപ്ലവം സൃഷ്ടിച്ച ഒരു നേതാവാണ്. നമുക്കൊരു മദ്രസ പ്രസ്ഥാനം ഒരു ആശയത്തിൽ നിന്ന് ഉദിച്ചതാണ്. ഈ ആശയങ്ങൾ ജനിക്കുന്നിടത്ത് പ്രധാനമായിട്ടും ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി, ആ ബിൽഡിങ്ങിന്റെ മറ്റൊരു തരത്തിലുള്ള ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. പക്ഷെ ആ ബിൽഡിംഗ് ഉണ്ടാക്കാനുള്ള ഒരു ആശയം വരുന്നത് അത് വേറൊരു തരം ചിന്തകളാണ്. അതുപോലെ പലതരത്തിലുള്ള ആശയങ്ങൾ കൊണ്ട് വിപ്ലവം സൃഷ്ടിച്ച നേതാവാണ്. ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണെങ്കിൽ, സമസ്തയുടെ കീഴിൽ വരുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണെങ്കിലും, മദ്രസ സംവിധാനമാണെങ്കിലും, മറ്റുള്ള എല്ലാ മേഖലയും, എഴുത്ത് മേഖല, എല്ലാത്തിലും പുതിയ തരം ഒരു വിപ്ലവം കൊണ്ടുവന്ന, ആശയങ്ങൾ കൊണ്ടൊരു വിപ്ലവം കൊണ്ടുവന്ന നേതാവാണ്. ഈ ആശയങ്ങളൊക്കെ രൂപപ്പെട്ടത് മിക്കതും എഴുത്തിലൂടെയാണ്. MA ഉസ്താദിന്റെ എഴുത്തിന്റെ ഓരോ കാര്യങ്ങൾ, MA ഉസ്താദ് എഴുതിയ ഓരോ ബുക്കും ഓരോ സാഹചര്യത്തിനനുസരിച്ചാണ്. ആദ്യത്തെ എഴുത്ത് എന്ന് പറയുന്നത് മയ്യത്ത് പരിപാലന ക്രമങ്ങൾ എന്ന് പറയുന്നതാണ്. അതിലൂടെയാണ് MA ഉസ്താദിന്റെ സംഘടനാ ജീവിതവും എഴുത്ത് ജീവിതവും ഒക്കെ എങ്ങനെ ഒന്ന് ആരംഭിച്ചു വരുന്നത്. അതായത് മെട്ടമ്മൽ എന്ന സ്ഥലത്ത് മയ്യത്ത് പരിപാലന ക്രമങ്ങളും ആർക്കും അറിയുന്നുണ്ടായില്ല. അപ്പുറത്തെ നാട്ടിൽ നിന്ന് ആൾക്കാരെ വിളിച്ച് ഒക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ ഇത് പരിഹരിക്കാൻ MA ഉസ്താദ് ഒരു സംഘം രൂപീകരിച്ചു, മയ്യത്ത് പരിപാലന സംഘം എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവർക്ക് അതിന് ആവശ്യമായ അതിന്റെ ഒരു പുസ്തകം ഉണ്ടല്ലോ, പരിശീലനങ്ങൾ കൊടുത്തു. ആ പരിശീലനങ്ങൾ അത് മറ്റുള്ളവർക്കും എത്തണമെന്ന ഒരു ചിന്തയിൽ നിന്നാണ് മയ്യത്ത് പരിപാലന ക്രമങ്ങൾ എന്നിട്ടുള്ള ഒരു പുസ്തകം ഉസ്താദ് രചിക്കുന്നത്. ആ പുസ്തകം പിന്നീട് മറ്റു ഉറുദുവിലേക്കും ഒക്കെ ഭാഷാന്തരം ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉറുദു എന്നൊക്കെ പറയുമ്പോൾ MA ഉസ്താദിന്റെ ഉറുദു പഠിക്കാനുള്ള ഒരു രീതി, പഠിച്ച ഒരു രീതി നമുക്ക് മനസ്സിലാക്കാം. ഷാഹുൽ ഹമീദ് തങ്ങളുടെ ദർസിൽ പഠിക്കുമ്പോൾ 10 വർഷത്തോളം അവിടെ പഠിച്ചിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ 2-3 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ഉറുദു ഭാഷ അറിയുന്ന ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു. ആ പണ്ഡിതന്റെ അവിടെ പോയി ഉറുദു പഠിച്ചതാണ്. അതുകൊണ്ട് വളരെയേറെ ഉപകാരം ഉസ്താദിനുണ്ടായിട്ടുണ്ട്. ഈ തബ്ലീഗ് ജമാഅത്ത്, പിന്നെ മൗദൂദിസം, ജമാഅത്തെ ഇസ്ലാമി, ഇവരുടെയൊക്കെ ആശയങ്ങളൊക്കെ പ്രധാനമായും ഉറുദുവിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർക്കെതിരെ ഉള്ള ഇവരുടെ ആശയങ്ങൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ ആ ഭാഷ മനസ്സിലാക്കണമല്ലോ. അപ്പൊ ആ ഉറുദു ഭാഷ മനസ്സിലാക്കാൻ വേണ്ടി, അവരുടെ ആശയങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി
അവര് ഉറുദു അവരുടെ ദൈവബന്ധിലും മറ്റുമുള്ള അവരുടെ പ്രസ്സുകളില്ല, അവിടുന്ന് ആ ബുക്കുകളൊക്കെ വരുത്തി 10-15 ബുക്കുകൾ ഒന്നിച്ച് വരുത്തി അതന്നെ അതൊക്കെ ഫുള്ളും വായിച്ച് പഠിച്ചിട്ട് അതിനെതിരെ പ്രതികരിച്ചു പുസ്തകം എന്നാണ്. എഴുതി ഖുവത്തുൽ ഇസ്ലാമിലൊക്കെ ഉണ്ടാകുമ്പോൾ തബ്ലീഗ് ജമാഅത്തിനെതിരെയുള്ള ഒരു വിപ്ലവം സൃഷ്ടിച്ചു എന്ന് പറയാം. അവിടെ സംഭവം എന്ന് വെച്ചാൽ അത് പുസ്തകം പ്രകാശനം ചെയ്തത് മുതൽ അവിടെ വിപ്ലവം സൃഷ്ടിച്ചു, അവിടെ പോയി അക്രമങ്ങൾ ഉണ്ടായി, അങ്ങനെ വലിയ വലിയ സംഭവങ്ങളാണ് എം എ ഉസ്താദിന്റെ ലോകത്ത്, എഴുത്ത് ലോകത്ത് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ആ തബ്ലീഗ് ജമാഅത്തിന്റെ ഇപ്പൊ ആ വിഷയം പറയുമ്പോൾ തബ്ലീഗ് ജമാഅത്തിന് ആ കാര്യങ്ങളൊക്കെ അന്ന് കേരളത്തിൽ ഒരു വലിയ അറിവുണ്ടായിരുന്നില്ല. ഈ ദൈവബന്ധി ഒരു സംസ്ഥയുടെ ഒരു സമ്മേളനത്തിൽ നിന്ന് ദൈവബന്ധിൽ നിന്നുള്ള ഒരു പണ്ഡിതനെ വിളിച്ചു അധ്യക്ഷനായി നിൽക്കാൻ. അപ്പൊ അന്ന് ആ ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചതാണ്. അന്ന് അധ്യക്ഷനായിട്ടുണ്ടായത് ഓർമ്മ ശരിയാണെങ്കിൽ ഷെയ്ഖ് ആദം ഹസറത്താണെന്ന് തോന്നുന്നു, ബാക്കിയാത്തിലത്തെ ഒരു ഉസ്താദായിരുന്നു. അപ്പൊ ആ ഉസ്താദ് അന്ന് ആ പരിപാടിക്ക് വന്ന് ആ പരിപാടിയിൽ അധ്യക്ഷന് ഉദ്ഘാടനം ഇന്നാളാണെന്ന് അറിഞ്ഞുകൊണ്ട് ഉസ്താദ് ദുആ ചെയ്ത് പെട്ടെന്ന് തന്നെ മടങ്ങി. എന്താ കാരണം അദ്ദേഹത്തിന്റെ ദൈവബന്ധിസം ആശയം തബ്ലീഗ് ജമാഅത്തോടു കൂടി ഇങ്ങനെ രൂപപ്പെട്ടു വന്നതാണ്. അത് ഈ സമസ്ത തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് പഠിക്കുന്നതിന് 5 വർഷം മുമ്പാണ്. തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് എം എ ഉസ്താദിന്റെ ആ കൃതികളൊക്കെ വരുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ്. ജമാഅത്തെ ഇസ്ലാമിന്റെ വിഷയത്തിലും അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിന്റെ വിഷയത്തിൽ ഇപ്പോ ഓരോ തബ്ലീഗ് ജമാഅത്ത് വഹാബിസം ഇത് മാത്രമല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ പലരും പറയാറുള്ള കാര്യം എന്താണ്, ഒരു കമ്മ്യൂണിസം എന്ത് എന്നുള്ളത് കൃത്യമായി അതിനെ മനസ്സിലാക്കണമെങ്കിൽ എം എ ഉസ്താദിന്റെ പുസ്തകത്തിലൂടെയാണ് പലരും എന്താണ് കമ്മ്യൂണിസം, അതിന്റെ ആശയങ്ങൾ എത്രത്തോളം ഭീകരമാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കിയെടുത്തത് എം എ ഉസ്താദിന്റെ പുസ്തകങ്ങളിലൂടെയാണെന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം എഴുത്തുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ വിഷയങ്ങളും കൃത്യമായി പഠിച്ചിട്ട് എഴുത്തിലൂടെ വലിയ വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ട് ഷെയ്ഖുന. ഈ ഈ കമ്മ്യൂണിസത്തിനെ പറ്റി പറയുമ്പോൾ അത് പുസ്തകം ഉണ്ടായ ഒരു പശ്ചാത്തലം തന്നെ വളരെ വ്യത്യസ്തമാണ്. കാരണം ഇസ്ലാമുമായിട്ട് കമ്മ്യൂണിസത്തിന്റെ ആശയങ്ങൾ ഇസ്ലാമുമായിട്ട് വളരെ വ്യത്യസ്തമായി നിലനിൽക്കുന്നതാണ്. അപ്പോൾ ഒരു സമയത്ത് കേരളത്തിൽ ഒരു ലീഗ് കമ്മ്യൂണിസ്റ്റ് ബന്ധങ്ങളുണ്ടായി. പിന്നെ അറേബ്യയിൽ തന്നെ കമ്മ്യൂണിസത്തിന്റെ ചില ആശയങ്ങൾ ഉദിച്ചു വളരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു അവസരത്തിലാണ് എം എ ഉസ്താദ് കമ്മ്യൂണിസം, സോഷ്യലിസം, ഇസ്ലാം എന്ന് പറയുന്ന ഒരു കൃതി രചിക്കുന്നത്. 1960-കളുടെ ആ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ അന്ന് അങ്ങനെ ഒരു മതപണ്ഡിതൻ, കേരളത്തിലെ ഒരു മതപണ്ഡിതൻ അങ്ങനെ ഒരു പുസ്തകം രചിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വീക്ഷണം, ദർശനങ്ങളൊക്കെ നാം വളരെയേറെ മദ്രസ പ്രസ്ഥാനത്തിന്റെ തുടക്കം തന്നെ എഴുത്തിലൂടെയാണല്ലോ. രാഷ്ട്രീയം അങ്ങനെ ഉണ്ടാവുന്നു, ഉസ്താദിന്റെ ചിന്തയിൽ ഉദിക്കുന്നു, അത് അൽബയാൻ മാസികയിലൂടെ അവതരിപ്പിക്കുന്നു. അങ്ങനെയാണൊരു ഇതുവരെ കണ്ടിട്ടില്ലാത്ത രൂപത്തിലൊരു വിപ്ലവകരമായി രാവിലെ എണീച്ചു കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മദ്രസയിലേക്ക് പോകുന്നു, അങ്ങനെ ഒരു സമ്പ്രദായം അങ്ങനെ നമുക്കിങ്ങനെ ഇപ്പോൾ വീക്ഷിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അത്തരത്തിലുള്ള ചിന്തയിൽ ഉദിച്ച് അങ്ങനെ ഒരു ആശയം എഴുതി അൽബയാൻ മാസികയിലൂടെ അങ്ങനെ ഇങ്ങനെ കാണുന്നു. പലരും ഇപ്പോൾ പുതിയ പുതിയ ഹൈടെക് ലെവലിലുള്ള മദ്രസകൾ പണിയുന്നു. പക്ഷെ ആ പണിയുന്നുണ്ടെങ്കിൽ ആ പണിയുന്നതിന് പിന്നിലുള്ള ഒരു ആശയത്തിൽ നിന്ന് ഉദിച്ച ഉസ്താദിന്റെ എഴുത്തിലൂടെ വന്നൊരു വിപ്ലവകരമായ പ്രവർത്തനത്തെ നമ്മൾ ഒരിക്കലും എന്താക്കില്ല, വിസ്മരിക്കാൻ കഴിയില്ല. അത്രത്തോളം എഴുത്ത് മേഖലയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പറയാനുണ്ട്. ഇപ്പോ ഉസ്താദിന്റെ പിന്നൊരു കൃതിയുണ്ട്, സ്വഹാബത്തിന്റെ ആത്മവീര്യം. വളരെ വ്യത്യസ്തമായ ഒരു പശ്ചാത്തലത്തിലാണ് ആ ഒരു കൃതി ഉസ്താദ് എഴുതുന്നത്. അതായത് 1971 എൻ്റെ ഓർമ്മ. ആ സമയത്ത് ഒരു തലശ്ശേരി കലാപം നടക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ഹിന്ദുത്വ വർഗീയവാദികൾ അണിയറയിൽ ഉണ്ടാക്കിയ ഒരു വർഗീയ കലാപമായിരുന്നു തലശ്ശേരിയിൽ ഉണ്ടായിരുന്നത്. അന്ന് ആ ഒരു വിഷയത്തിൽ ആ കലാപത്തിൽ ഒരുപാട് മുസ്ലിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 60ഓളം പള്ളികൾ തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിക്കിപീഡിയയിലൊക്കെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ ആ പ്രശ്നത്തിൽ മുസ്ലിങ്ങൾക്കുണ്ടായ നഷ്ടങ്ങൾ, അപ്പൊ അതൊക്കെ ഒന്ന് പഠിക്കാനും അവർക്കൊരു സാന്ത്വനം കേൾക്കാനും വേണ്ടി ഒരു സംഘം രൂപീകരിച്ചു, മസാലിഹുൽ മുസ്ലിമീന എന്നാണ്. അതിന്റെ ചെയർമാൻ എം എ ഉസ്താദ് ആയിരുന്നു. അതിന് എം എ ഉസ്താദ് ആ ദുരന്ത മുഖം ഇങ്ങനെ സന്ദർശിക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് ഉള്ളിലുള്ള ആത്മഭയം അല്ലെങ്കിൽ അവരുടെ ആത്മവീര്യം നഷ്ടപ്പെട്ടതായി ഉസ്താദ് മനസ്സിലാക്കി. അപ്പൊ ആ ഒരു ആത്മവീര്യം തിരിച്ചെടുക്കാൻ വേണ്ടി ഏറ്റവും അനുയോജ്യമായത് സ്വഹാബാക്കളുടെ ചരിത്രമാണ്. കാരണം ഇസ്ലാമിന് വേണ്ടി, ദീനുൽ ഇസ്ലാമിന് വേണ്ടി ഒരുപാട് പോരാടിയവരാണ് അവർ. അപ്പൊ ആ ഒരു കാര്യം ഉസ്താദ് മനസ്സിലാക്കി എഴുതിയതാണ് സ്വഹാബത്തിന്റെ ആത്മവീര്യം എന്നുള്ളത്. ഇനി ഇപ്പോ ഉദാഹരണത്തിൽ തന്നെ മറ്റൊരു കൃതി ജമാഅത്തെ ഇസ്ലാമിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ ജമാഅത്തെ ഇസ്ലാമി എന്ന കൃതി ഉസ്താദ് എഴുതി 30 വർഷങ്ങൾക്ക് ശേഷം അതിന് ഒരു മറുപടി വരുന്നുണ്ട്.
ആ മറുപടി ഒരു വർഷത്തിന് ശേഷം ജമാഅത്ത് ഇസ്ലാമിക്ക് മറുപടിക്ക് ഒരു മറുപടി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കൃതി ഉസ്താദ് രചിക്കുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഉസ്താദിന് വളം വെച്ചത് സംഘടനയാണ്. സംഘടനാ ജീവിതം, സംഘടനാ ബോധം എന്ന് പറയുന്നത് വളരെ വലുതാണ്. SSF എന്ന ആശയം രൂപീകരിക്കുന്നത് ഉസ്താദ് അതിനു മുമ്പ് ചെയ്തു വെച്ച ഒരു സംഘടനയുടെ ആശയത്തിൽ നിന്നാണ് SSF എന്നൊരു ആശയം ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഉസ്താദ് ആദ്യം രൂപീകരിച്ച മയ്യത്ത് പരിപാലന സംഘങ്ങൾ, അവയൊക്കെ ആ ഒരു ആശയം ഉണ്ടായത് ഉസ്താദിന്റെ ബുദ്ധിയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഉസ്താദിന്റെ സംഘടനാ പ്രവർത്തനങ്ങൾ വളരെ വലുതാണ്. സമസ്തയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഉസ്താദിന് നേതൃത്വം നൽകിയിട്ട് നമുക്കറിയാം. വാളക്കുളത്തേക്ക് പരപ്പനങ്ങാടിയിൽ നിന്ന് 30 കിലോമീറ്റർ അപ്പുറത്തുള്ള വാളക്കുളത്തേക്ക് നടന്നു പോയ ചരിത്രമൊക്കെ വളരെ പ്രശസ്തമാണ്. ചെറുപ്പകാലത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, സമസ്തയിൽ മെമ്പർഷിപ്പ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സംഘടനയുടെ ചെറിയ കാലങ്ങളിൽ തന്നെ മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം സമസ്തയുടെ താഴെക്കടിയിലുള്ള എല്ലാ സംഘടനകൾക്കും രൂപീകരണത്തിൽ ഉസ്താദിന്റെ പങ്ക് വളരെ വലുതാണ്. അതുപോലെ തന്നെ എഴുത്തും സംഘടനയുമല്ലാത്ത ആത്മീയപരമായ രംഗങ്ങളിലും ഉസ്താദ് ഉണ്ടായിരുന്നു, മുമ്പന്തിയിലായിരുന്നു. പലരും ഓർക്കാറുണ്ട്, ഉസ്താദ് തന്നെ പറയാറുണ്ട്, എന്താണ്, ഉസ്താദിന്റെ അറിയാവുന്ന കാലം മുതൽക്ക് ഉസ്താദ് തഹജ്ജുദ് ഒഴിവാക്കിയിട്ടില്ല. അത്രത്തോളം ആത്മീയപരമായിട്ടും ഉസ്താദ് എന്തുണ്ട്, മുമ്പന്തിയിലുണ്ട്. അങ്ങനെയുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ വിഷയത്തിലും ഉസ്താദിന് മുമ്പന്തിയിൽ എത്താൻ പറ്റുന്നത്. എല്ലാ വിഷയത്തിലും ഒരു സൂക്ഷ്മത പുലർത്തുന്നുണ്ടായിരുന്നു, വളരെ കൃത്യനിഷ്ഠത ഉണ്ടായിരുന്നു. കൃത്യനിഷ്ഠത എടുത്തു പറയേണ്ടതാണ്. റഫീഖ് ഷാദി ഇവിടെ MA ഉസ്താദിന്റെ 1ാമത്തെ 2ാമത്തെ ആണ്ട് നേർച്ചയിൽ വന്നപ്പോൾ ഒരു പ്രസംഗം നടത്തി. അന്ന് പറഞ്ഞത് ഒരു വലിയന്റെ കറാമത്ത് എന്ന് പറഞ്ഞത് അസാധാരണ സംഭവങ്ങൾ മാത്രമല്ല, MA ഉസ്താദിന്റെ കൃത്യനിഷ്ഠത, ഒരു ടൈമിംഗ് മാനേജ്മെന്റ്, അത് MA ഉസ്താദിന്റെ കറാമത്താണ്. അത് നമുക്ക് മറ്റൊരാൾക്കും അതിങ്ങനെ വളരെ പെട്ടെന്ന് എടുത്ത് കാണിക്കാൻ പറ്റുന്നതല്ല. MA ഉസ്താദ് തന്നെ പറഞ്ഞത് ഷാഹുൽ ഹമീദ് തങ്ങളിൽ നിന്നാണ് അത് പഠിച്ചത്. ആ ഒരു കൃത്യനിഷ്ഠത, സമയനിഷ്ഠത പഠിച്ചെടുത്തതെന്ന് പലപ്പോഴും ഓർക്കാറുണ്ട് MA ഉസ്താദ്. അപ്പൊ ഒരു കറാമത്ത് എന്ന നിലക്ക് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അത്രയും കൃത്യനിഷ്ഠമാണ് MA ഉസ്താദിന്റെ കാര്യങ്ങൾ. അത് ഉസ്താദിന്റെ സാഹിത്യ ജീവിതത്തിൽ വളരെയേറെ ശ്രദ്ധിച്ചിട്ടുണ്ട്. സാഹിത്യയിൽ ഉസ്താദുമായി ബന്ധപ്പെട്ട പല ആൾക്കാരും പല സമയത്തായി സ്മരണികയിൽ തന്നെ നമുക്ക് ലഭ്യമാണ്. പറഞ്ഞത് ഉസ്താദിന്റെ കൃത്യനിഷ്ഠതയാണ്. പിന്നെ സാഹിത്യ എന്ന് പറയുമ്പോൾ ഉസ്താദിന്റെ ഏറ്റവും വലിയൊരു വിപ്ലവകരമായ ആശയമാണ് സാഹിത്യ. ചിലപ്പോൾ ചില ആളുകൾ പറയും സാഹിത്യയിലൂടെയാണ് സാമാന്യ വിദ്യാഭ്യാസം എന്ന ആശയം നടപ്പിലാക്കിയത്. ശരിക്കും അതായിരുന്നില്ല. അതിന്റെ തുടക്കം ഖുവത്തുൽ ഇസ്ലാമിൽ ഉസ്താദ് ഉണ്ടാകുന്ന കാലത്താണ്. അപ്പൊ അതിന്റെ ഒരുപാട് പ്രൊഡക്റ്റുകൾ എന്ന് ഉസ്താദ് പലരെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഉസ്താദിന്റെ മകൻ അഹമ്മദ് സയ്യിദ് എന്നവർ, അങ്ങനെ PAK ഫൈസിം, അങ്ങനെ തുടങ്ങിയ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ അതിന്റെ പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ ഉസ്താദിന്റെ സംഘടനാബോധം, പിന്നെ ഉസ്താദ് സംഘടനയ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, അത് സാഹിത്യയിലേക്ക്, സംഘടനയിൽ നിന്നാണ് സാഹിത്യ രൂപീകരിക്കുന്നത്. അവിഭക്ത കണ്ണൂർ ജില്ലാ സമസ്തയുടെ, അന്ന് കണ്ണൂറും കാസർഗോഡും ഒന്നിച്ചായതുകൊണ്ട് അങ്ങനെയാണ്. അപ്പൊ അവിഭക്ത കണ്ണൂർ ജില്ലാ സമസ്തയുടെ കീഴിൽ ആദ്യമായി തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ജാമിയ സാഹിത്യ അറബിയ എന്നുള്ളത്. 1971 കല്ലട്ര അബ്ദുൽ ഖാദർ ഹാജി തന്റെ വസതിയിൽ തുടങ്ങിയത് പിന്നീട് സമസ്ത ഏറ്റെടുക്കുകയായിരുന്നു. അതിന് മറ്റൊരു കാരണമുണ്ട്. കാരണം അന്ന് മുത്തവ്വൽ ബിരുദം കൊടുത്ത് കേരളത്തിൽ നിലനിന്നൊരു സ്ഥാപനം ജാമിയ നൂരിയ ആയിരുന്നു. അതിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുത്തപ്പോൾ മറ്റൊരു സംവിധാന മാർഗങ്ങൾ ആവശ്യമായി വന്നപ്പോഴാണ് സാഹിത്യ രൂപീകൃതമാകുന്നത്. എന്നിട്ട് അതിന്റെ നാളറായിട്ട്, അതിന്റെ ജനറൽ മാനേജറായിട്ട് ഏൽപ്പിച്ചത് ഉസ്താദിനായിരുന്നു. 44 വർഷം ഉസ്താദിന്റെ അവസാനം വരെ സാഹിത്യ ഇന്ന് കാണുന്ന ഈ 55 വർഷ സമ്മേളനം നടക്കുന്നതാണ്. അപ്പൊ ആ ഒരു കാലം അത്രയും സാഹിത്യ MA ഉസ്താദിന്റെ ആശയങ്ങളായിരുന്നു. സ്വന്തം വീട്ടുകാരെയും പിന്നെ വീടിനെയും ഒന്നും ഓർക്കാതെ പലതരത്തിലും ഈ സ്ഥാപനവുമായിട്ട് അത്രത്തോളം ബന്ധം പുലർത്തിയ ഉസ്താദ്, അത് പലരും സ്മരിക്കുമ്പോൾ നമുക്ക് പറയാറുണ്ട്, അത്രത്തോളം സ്ഥാപനവുമായി ബന്ധപ്പെട്ടിരുന്നു. വീട്ടുകാരെയും വീട്ടിലെ അവസ്ഥകളെയും, വളരെ ചെറിയ വീടായിരുന്നു. അവസാനം പലരും സന്ദർശിക്കുന്ന സമയത്തൊക്കെയും എന്താവാറുണ്ട്, ആ വീട്ടിൻ്റെ അവസ്ഥയും ഉസ്താദിൻ്റെ എഴുത്തിൻ്റെ ഒരു രൂപത്തെയൊക്കെ, എഴുത്തിനെ നേരത്തെ നമ്മൾ എഴുത്ത് പറഞ്ഞു വെക്കുമ്പോൾ ഒന്നുകൂടി അതിൽ ആഡ് ചെയ്യാനുള്ളത്, ഉസ്താദിൻ്റെ എഴുത്ത് ഇങ്ങനെ എഴുതി പോകുമ്പോൾ അവസാന സമയത്ത് തീരെ എഴുതാൻ പറ്റാത്തൊരു സമയത്ത്, തീരെ ഒന്നിനും പറ്റാത്ത ആ ഒരു സമയത്തുള്ള അവസ്ഥ പറയുന്നുണ്ട്. ഒരു കൈ കൊണ്ട് എഴുതി ആ കൈ തിരിച്ചെടുക്കാൻ പറ്റാതെ മറ്റേ കൈ കൊണ്ട് എടുത്ത് വീണ്ടും എഴുത്ത് തുടരുന്ന ആ ഒരു അവസ്ഥ. അപ്പോൾ അത് എത്രത്തോളം എഴുത്തിന് പ്രാധാന്യമാണ്, എഴുത്തിലൂടെ വിപ്ലവം സൃഷ്ടിച്ചു എന്നൊക്കെ വലിയ ഇത് എടുത്ത് പറയേണ്ടതാണ് ഉസ്താദിനെ. മറ്റുള്ള
പണ്ഡിതന്മാരിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഉസ്താദിനെ കാണിക്കാൻ പറ്റുന്ന അത്തരം അവസ്ഥകളെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഉസ്താദ് എഴുത്തിലൂടെ രൂപപ്പെടുത്തിയ ആശയങ്ങൾ, ആ ആശയങ്ങൾ സംഘടനയിലും സായിദയിലും ഉസ്താദ് വളരെ കൃത്യമായി തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട്. സംഘടന എന്ന് പറയുമ്പോൾ സമസ്തയുടെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരിൽ നിന്ന് നേരിട്ട് സമസ്തയുടെ മെമ്പർഷിപ്പ് കിട്ടിയ ആളാണ്. 1940-കളിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ സമസ്തയുടെ മെമ്പർഷിപ്പ് കിട്ടി. മാത്രമല്ല 1951-ലാണ് മദ്രസ സുന്നി ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകൃതമാകുന്നത്. അതിന്റെ പാഠപുസ്തക കമ്മിറ്റിയിലും അതിന്റെ ആദ്യത്തെ കമ്മിറ്റിയിലും ഒരു വർക്കിംഗ് മെമ്പർ ആയിരുന്നു. എല്ലാത്തിലും ഒരു തുടക്കത്തിൽ ഉസ്താദിന്റെ ഒരു ചിന്തയും പ്രവർത്തനവും ഉണ്ട് എന്നുള്ളതാണ്. അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ്. അപ്പോ ഉസ്താദിന്റെ ആ പ്രവർത്തനങ്ങൾ സമസ്തയിൽ ഉസ്താദ് പ്രവർത്തിച്ചത്ര മറ്റൊരാൾ പ്രവർത്തിച്ചിട്ടില്ല എന്ന് നമുക്ക് വലിയൊരു ബുദ്ധി കേന്ദ്രമായിരുന്നു ഉസ്താദ്. വലിയൊരു ബുദ്ധി കേന്ദ്രമായിരുന്നു. അപ്പൊ ഉസ്താദിന്റെ ഓരോ ആശയങ്ങളും ആ ആശയങ്ങള് ഉസ്താദ് അത് കൃത്യമായി നടപ്പിലാക്കേണ്ടടുത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇപ്പോ പറയും ഈ 2000 കാലഘട്ടം മുതലാണ്, 2000-ന്റെ തുടക്കത്തിലാണ് ഈ യുക്തിവാദം, നിരീശ്വരവാദം തുടങ്ങിയ നാസ്തികത അതിനൊക്കെ എതിർത്തുകൊണ്ട് കേരളത്തിൽ സംസാരങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഒരു മുജാഹിദ് നേതാവാണെന്ന് ഇങ്ങനെ ഒരു അഭിപ്രായങ്ങൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ അതിന് നേരത്തെ കണ്ട് മനസ്സിലാക്കി 40 വർഷങ്ങൾക്ക് മുമ്പ് യുക്തിവാദത്തിനെതിരെ ഇസ്ലാമിക വിശ്വാസം എന്ന് പറഞ്ഞിട്ട് അദ്ദാവ എന്നൊരു മാസിക അന്ന് സാഹിത്യത്തിൽ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു. അതിൽ ആ ഒരു വിഷയം ഉൾപ്പെടുത്തിക്കൊണ്ട് 19 ലേഖനങ്ങൾ അടങ്ങുന്ന ഒരു പരമ്പര തന്നെ ഉസ്താദ് എഴുതിയിട്ടുണ്ട്. വളരെ വിശാലമായി നമുക്കതിപ്പോ ലഭ്യമാണ്. അതിന്റെ റിസോഴ്സ് ഒക്കെ ലഭ്യമാണ്. അന്ന് കാലത്ത് തന്നെ പല രാജ്യങ്ങളിലേക്കും ഉസ്താദിന്റെ കത്തുകളും വരകളും പോക്കും, അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലടക്കം ഉസ്താദിന്റെ കത്തുകൾ അങ്ങോട്ട് പോയിട്ടും ഇങ്ങോട്ട് വരലും ഒക്കെ ഉണ്ട്. അത് ഒരു എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ ഉസ്താദിന്റെ ഈ കാലഘട്ടത്തിൽ ഉസ്താദ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള വിപ്ലവകരമായ പ്രവർത്തനം ഈ നാടിലും ഈ സമൂഹത്തിലും ഉണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉസ്താദിന്റെ ചരിത്രത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു വായനക്ക് സാധ്യമാണ്. അതന്നെ. അപ്പോ ഉസ്താദിന്റെ ആ ജീവിതം അത് വളരെ ബൃഹത്തായി പഠിക്കേണ്ടതാണ്. ഒരു വിദ്യാർത്ഥിക്ക് ഒരാളിപ്പോ ഒരു PhD എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉസ്താദിന്റെ ജീവിതം ആഴത്തിലിറങ്ങി പഠിക്കാൻ സാധിക്കും. ആത്മീയപരമായിട്ട് മുമ്പോട്ട് പോകാൻ ഉസ്താദിന്റെ ഇത് അതിന് വളരെ പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കാൻ വളരെ ദുഷ്ഫലമായ ഒരു സംഭവം എന്നല്ല, ഒരു ദുർഘടമായ ഒരു ചരിത്രം എന്നല്ല ഉസ്താദിന്റെ. വളരെ സൗമ്യമായ വളരെ ലളിതമായ ഒരു ജീവിതമാണ് ഉസ്താദ് മുന്നോട്ട് നയിച്ചിരുന്നത്. അപ്പൊ നമുക്ക് ഉസ്താദിന്റെ ചരിത്രം ഈ ഒരു പോഡ്കാസ്റ്റിൽ മാത്രമായിട്ട് ഒതുക്കാൻ പറ്റൂല. ഇപ്പൊ സാഹിത്യ സമ്മേളനം നടക്കുന്നുണ്ട് 55-ാം വാർഷികം. അതിന്റെ ഭാഗമായിട്ട് MA ഉസ്താദിനെ വായിക്കപ്പെടുന്നതിൽ ഒരുപാട് പരിപാടികളൊക്കെ ഒരുപാട് ദർസുകളിലും സ്ഥാപനങ്ങളിലൊക്കെ നടന്നു കഴിഞ്ഞു. അപ്പോ ആ ഒരു അവസരത്തിൽ നമുക്ക് ഒരു ഉസ്താദിന്റെ ഒരു സ്മരണിക ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സംയുക്ത കൃതികൾ ഉപയോഗിച്ചുകൊണ്ടോ അന്ന് ഉസ്താദിനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്കതൊരു മറ്റൊരു പോഡ്കാസ്റ്റിൽ ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.